ആ തിളയ്ക്കുമ്പോഴേക്ക് വേവും. വിജയിച്ചി ആവശ്യമുള്ള കോട്ടെ ചേച്ചി. മഴ വരുന്നുണ്ട് ഓടിക്കോ വേപ്പക്കോ 1 2 3 4 5 ഇതിന് മുകളിലായിട്ട് അങ്ങനെ ഒത്തിരി സന്തോഷം. വേണ്ട ഇത് ഒരു വലിയ നിസ്സാര സമയം വേണ്ടി വന്നല്ലോ. എല്ലാ കാര്യങ്ങളും അറിയണം. ചിന്തൂരെന്ന് പറയണത് ഇതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആയോട്ടാ. ഇപ്പം ഇതേപോലെ തന്നെ ഇങ്ങനെ പുല്ലൊക്കെ ഇതേപോലെ ഇട്ടിട്ട് മണ്ണിങ്ങനെ. അപ്പം നമ്മളുണ്ടല്ലോ ഈ പറമ്പിലേക്ക് പോകുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ വട്ടം കൊള്ളി പറിച്ചപ്പോൾ കുറച്ച് കുട്ടികൾ ആഴ്ചയിൽ മാത്രം വീട്ടിൽ പോകണവരുണ്ട്. അപ്പോൾ അവർക്കുള്ള കൊള്ളി പറിക്കാനും കൂടിയിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ വിളവെടുക്കുന്ന കാര്യങ്ങളല്ലോ നമ്മൾ കൂടുതൽ വീഡിയോയിൽ കാണിക്കുന്നത്. നടന്ന കാര്യങ്ങൾ അപൂർവമാണ് കാണിക്കാറുള്ളത്. നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇല്ലാത്ത കാരണം നമുക്ക് അങ്ങനെ വീഡിയോ ഉള്ള ദിവസം നമ്മൾ ഓരോന്ന് ചെയ്യണത് നോക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ വട്ടം നമ്മൾ ഈ ചേമ്പിൻ്റെ ഉള്ളിൽ പുല്ല് വലിക്കുന്ന ഒരു വീഡിയോയിൽ കാണിച്ചു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് എന്നിട്ടാണെങ്കിൽ ചാണറിനത്. ഇപ്പം നോക്കിയേ അതിൻ്റെ മുകളിൽ ഷായിട്ട് മണ്ണിട്ടു. ഇതേപോലെ നമ്മൾ മണ്ണിട്ട് കൊടുക്കും. കണ്ടോ നല്ല കനത്തിൽ തന്നെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ ഇനി ചേമ്പിന് ചെയ്യുള്ളൂ. ചാണകം ഇട്ട് കൊടുത്ത് ഈ മണ്ണിട്ട് കൊടുക്കുക, അത് മതി. എന്നാലും നമുക്ക് നോക്കി നോക്കുക പറിക്കുമ്പോൾ നല്ല വിത്തുകൾ, നല്ല മണി ഉരുണ്ട വിത്തുകളായിട്ട് നമുക്ക് കിട്ടാറ്. അപ്പോൾ ഇനി നമുക്കേ കുറച്ച് കൊള്ളി ഒരു 3-4 കട പറിച്ചാൽ മതി. അവർക്ക് അത്രയും മതി എന്നാണ് പറഞ്ഞത്. രാഗലിക്ക് പോണ കുട്ടികളാണേ. അപ്പോൾ ഞാൻ അത് പറിക്കാം. നമ്മുടെ പേളിക്കുട്ടി നോക്കിയാൽ ഒരു ചെറിയൊരു ഉണക്ക നാളെ എടുത്ത് വളർന്നിട്ട് നോക്കിയാൽ അതിമിരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നത് അവള്. നമ്മുടെ ഉണ്ടല്ലോ ഒരു ഞാവലാട്ടത് ഇത് മുപ്പത്തേ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാ. പക്ഷേ ഞാവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ ഞാവലാണ്, കുഞ്ഞു ഇങ്ങനെ കായകളായിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലത്തെ കൊള്ളിയായിട്ടോ പറിക്കുന്നത്. ഇവിടുത്തെ കൊള്ളി നോക്കിയേ, ഇവിടുത്തെ ഒരു കൊള്ളി തിന്ന് പോയിട്ടുണ്ട്. നല്ല കൊള്ളിയായിരുന്നു. മറ്റേന്ന് കട കണ്ടറിയാം ഉണ്ടോ. ഇതൊന്നും പറ്റില്ല, തിന്ന് പോയതല്ലേ. അതിൻ്റെ ഇപ്പുറത്തുള്ളത് പറിക്കാം നമുക്ക്. അപ്പോൾ 2-3 കട പറിച്ചാൽ മതിയേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷായേട്ടനെ വിളിച്ചില്ല കേട്ടാ. എനിക്ക് തന്നെ പറിക്കാവുന്നതുള്ളൂ എന്ന് പറഞ്ഞു ഷായേട്ടൻ. എന്നോട് പോയി പറിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വെട്ടിയിട്ടാലേ നമുക്ക് എന്താ പറയുക നട്ടു കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു കട പറിച്ച് നോക്കട്ടെ കേട്ടാ. അത് മാത്രമല്ല കേട്ടാ, ഇവിടെ നമ്മൾ മധുരക്കിഴങ്ങും കൂടി ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാൽ മധുരക്കിഴങ്ങ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കടയ്ക്ക് നോക്കിയേ കണ്ടോ. അപ്പോൾ ഇവിടെ പറിച്ച് കഴിഞ്ഞ് മധുരക്കിഴങ്ങും കിട്ടും. ഇത് നോക്കട്ടെ. ഹലോ, നല്ല കൊള്ളിയാ. ഓക്കെ, പേളിക്കുട്ടി പാവ അതിങ്ങനെ കിടന്ന് നടക്കുക കേട്ടോ. ഇതിൻ്റെ തല ആദ്യം വെട്ടി കളയട്ടെ. പെട്ടെന്നേ നല്ലൊരു വെയിൽ. എന്തൊരു വെയിലാ ഇതും. അതേട്ടാ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൊള്ളിയുടെ തറി കണ്ടറിയാം കൊള്ളിയുടെ വലിപ്പം. നല്ല വണ്ണുള്ള കൊള്ളിയാട്ടാ. ഇത് എണ്ണം കുറവ് നോക്കണ്ട, പക്ഷെ നല്ല വണ്ണുണ്ട് കൊള്ളികൾ.
നമ്മുടെ ഇതിമിക്ക് അമര കയറിയിട്ടുണ്ട്. അയ്യോ എൻ്റെ ചെരുപ്പിൻ്റെ വാറും പൊട്ടി. അത് മണ്ണിലിങ്ങനെ ആവുമ്പോഴേ കാല് വഴുക്കും. അപ്പോൾ കാല് നമ്മളിങ്ങനെ പൊക്കുമ്പോൾ എന്താ പറയുക വാറായിരിക്കും ആദ്യം പൊട്ടി ഇങ്ങനെ പോരുന്നത്. അയ്യോ ഇതിമിക്കൊക്കെ മധുരക്കിഴങ്ങ് പടർന്നിട്ടേ അതാണ് മധുരക്കിഴങ്ങ് ഉണ്ടായി തുടങ്ങുന്ന സമയമായിരുന്നു. ഇതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതെന്നെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നു തോന്നുന്നുണ്ട്. അയ്യോ കണ്ടോ. അപ്പോൾ നമ്മുടെ കൊള്ളി പറിക്കൽ കഴിഞ്ഞു. ഇത്രയും കൊള്ളിയായിട്ടോ നമ്മൾ പറിച്ചിട്ടുള്ളത്. നല്ല മഴ വരുന്നുണ്ടാ നോക്കിയേ. മേഘമൊക്കെ അങ്ങോട്ട് ഇരുണ്ട് കൂടി തുടങ്ങി. അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേ ഇപ്പം പെയ്യുന്നുള്ള പോലെ നിൽക്കണേ. ഞാനാണെങ്കിൽ അർബാനെ കൊണ്ടുവന്നില്ല. അപ്പോൾ 2 ട്രിപ്പ് 3 ട്രിപ്പൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കൊണ്ടുകൊടുക്കട്ടെ മഴ വരുമ്പോഴേക്കും. പേളിക്കുട്ടി അവിടെയാണെങ്കിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പോകണാണ്ട് ചിലപ്പോൾ ഓടിപ്പോവും ആദ്യം. ഫസ്റ്റ് അവൾക്ക് എത്തണം വീട്ടിൽ. അങ്ങനെയാ. ഇപ്പോൾ വരാം കേട്ടോ പേളിക്കുട്ടിയെ. അവിടെ നിന്നോ കഴിഞ്ഞിട്ടില്ലേ. ഇപ്പോൾ വരാം. അവിടെ നിന്നോ കഴിഞ്ഞിട്ടില്ലേടി. നീ അവിടെ നിന്നോ, ഞാൻ ഇനി വരും. നല്ല കൊള്ളി കൊണ്ടിട്ട് വെച്ചാന്നല്ലേ അല്ലേ? നല്ല കൊള്ളിയല്ലേ? നല്ല കൊള്ളിയ. വറുത്തൊക്കെ ആയിരുന്നോ? ഞാൻ വറുത്തു. നല്ല രസം. തിളക്കുമ്പിക്ക് വേവും. വിജയിച്ചി ആവശ്യമുള്ളതുകൊണ്ടേക്കോട്ടെ ചേച്ചി. മഴ വരണ്ട ചേച്ചി. പോട്ടെ പേളിക്കുട്ടി ഓടിക്കോ. മഴ വരുന്നുണ്ട്. ഓടിക്കോ വേപ്പക്കോ മഴ വരുന്നേ. ഞാനിവിടെ എത്തുമ്പോഴേക്ക് നല്ല മഴ പെയ്തു. പേളിക്കുട്ടി വണ്ടിയുടെ അടിയിൽ ഓടി കയറി കിടന്നു. ഫസ്റ്റ് വന്നിട്ട് നോക്കി അടിയിൽ കിടക്കണേ. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അവൾ ആദ്യം ഓടി കയറി എത്തി. അവൾക്കറിയാലോ മഴ വരും. ഇപ്പം അവൾ വേഗം ഓടി. ഞാൻ ഓടിയാലും പറഞ്ഞപ്പോഴാട്ട് ഓടിയത് പാവം. അല്ലെങ്കിൽ നിന്നേനാള്. ടൈസും കുട്ടി അവിടെ കിടന്നോ? തല തോർത്തട്ടെ. നല്ലൊരു മഴ ഇപ്പം തന്നെ വന്ന് പോയുള്ളൂ കേട്ടോ. ഇപ്പോൾ വീണ്ടും നല്ല ഇരുട്ടൂടി അടുത്ത് മഴയ്ക്കുള്ള വരവുണ്ട്. അപ്പോൾ ഷായേട്ടനുണ്ടല്ലോ നമ്മുടെ കോഴിക്കൂട്ടിലുണ്ടായിരുന്നില്ല ചിന്തുരു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പേളിക്കുട്ടി കൊണ്ടുവച്ചു എനിക്ക്. അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. ചിന്തൂർ എന്ന് പറയണത് ഇതാണ് കേട്ടോ. നമ്മുടെ കോഴിക്കൂട്ടിൽ ഇങ്ങനത്തെയാണ് ഇട്ട് കൊടുക്കുക. ഈ മരമൊക്കെ ചീകിയില്ലേ അത്. അപ്പോൾ നമ്മൾ തന്നെ പോയി വാരി കൊണ്ടുവരണം. ഇത് നമ്മൾ കൊണ്ടുവരുന്നത് ആനക്കല്ലിൽ നിന്നാണ് കേട്ടോ. ഷായേട്ടൻ വേഗം ഇത് കൊണ്ടുവച്ച് ഷായേട്ടൻ പണിസ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇത് മഴ കൊള്ളാണ്ട് വയ്ക്കും വേണേ. അപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്ര ചാക്ക് കൊണ്ടുവന്നുണ്ട് ഷായേട്ടൻ? 2 ചാക്ക് കണ്ട. നമുക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മഴക്കാലത്ത് സിന്ദൂര ഭയങ്കര ആവശ്യമാണ്. ആഴ്ചയിൽ എന്ന് പറയണ പോലെ തന്നെ നമ്മൾ മാറ്റി കൊടുക്കണം അവർക്ക്. അല്ലെങ്കിൽ ഇപ്പം കാണുന്നിട്ടേ എന്താണ് എൻ്റെ കുട്ടികൾ. ടൈസും കൂട്ടിനും പേളി മഴയത്ത് ഓടി വരെ അറിയത്തേക്ക് കയറാം. അറിയാം എപ്പോഴും ഇവരെ കാൽപ്പാടാ അല്ലേ? 3 ചാക്കല്ല 4 ചാക്കാട്ടെ. ഞാനിവിടെ നിന്ന് ആകെ 3 ചാക്കുള്ളതെന്ന് വിചാരിച്ചേ. തട്ടിയിട്ടല്ല ഏട്ടാ പേളി അല്ലാതെ ഇറക്കി വയ്ക്കട്ടെ. അധികം വെയിറ്റൊന്നുമില്ല കേട്ടോ. ഭയങ്കര കനം കുറവാണ്. നിറച്ചുണ്ടെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ വീടേനെ ബാക്കിൽ വന്ന് നിന്നിട്ട് പേളിക്കുട്ടിയെ. ഇവൾക്ക് എന്തൊക്കെ ചെയ്ത് തന്നെന്നുണ്ട്. ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആള് കിടന്ന് ഇങ്ങനെ നമ്മുടെ ഇടയിൽ അത് കണ്ടിട്ട് ഒപ്പിട്ട ഐസ്. ഇപ്പം അങ്ങനെയാ അവളെ കണ്ടുപിടിച്ചിരിക്കുക. അതെ അമ്മ വന്നാലും കുട്ടിപ്പട്ടാളൊക്കെ എന്റെ പൊതിരിക്കുക. അമ്മയെ കൂടെ പോയി കളിക്കണ കുറച്ച് നേരം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് എന്നെ എന്താണാവോ എന്നോടുള്ള സ്നേഹം പറയാ. കുട്ടിപ്പട്ടാളങ്ങളെ ഇനി നോക്ക് തല്ലിടാതിരിക്കട്ടാ. എനിക്ക് പറമ്പിൽ പോകാം. നമുക്ക് അവിടുത്തെ പറമ്പിൽ പോകണം.
രണ്ടു പറഞ്ഞപ്പോൾ ഇവര് വന്നതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ എത്ര ഡ്രസ്സ് ഒരു ദിവസമാണ് എനിക്കത് അറിയില്ല കേട്ടോ. ഇപ്പൊ ഇതൊക്കെ മാറി വേണം അങ്ങോട്ട് പോണെങ്കിൽ പറമ്പിലേക്ക് ഇറങ്ങുമ്പോ ഒരു ഡ്രസ്സ്, ഇവരെ കൂടി ഇരിക്കുമ്പോ വേറെ ഡ്രസ്സ്, കിച്ചണിലേക്ക് കയറുമ്പോ വേറെ ഡ്രസ്സാണ്. എന്താ വടി നിൽക്കാറായിട്ടുണ്ട്. ചെറിയ കുറുമ്പുകളൊക്കെ ആയി തുടങ്ങിയിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട്. തല്ലൂടെ ഇരിക്കുവോ കേട്ടോ? രണ്ടാമത്തെ കുട്ടോ തല്ലൂടെ ഇരിക്കോട്ടെ. അതാത് കുട്ടി അതാത് കുട്ടിയോടെ പറയുന്നത് അച്ഛനെ പണിയാ ഉണ്ടുപണി ഞാൻ ഉണ്ടുപണി എന്താ പേളിക്കുട്ടി? അയ്യോ പേളിക്കുട്ടിയുടെ സന്തോഷം പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാ. പേളിക്കുട്ടി നമ്മളിവിടെ എത്രയേക്കാളും മുന്നേ ആദ്യം ഓടി വന്നിട്ട് ചെയ്ത പണി എന്തിനാന്ന് അറിയോ? ഇതാ ഷായുടെ കൊള്ളി നടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതാ മണ്ണൊക്കെ എടുത്തിട്ട്, അതായത് നമ്മളിങ്ങനെ മാടിയിടും മുകളിലേക്ക്. അങ്ങനെയാണ് നമ്മൾ കൊള്ളി നടാനുള്ള സ്ഥലം ശരിയാക്കുക. വേഗം വന്ന് അതൊരു 4 മാന്താൻ മതി. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊള്ളി നടണേന്നുള്ളത്. അവരാരും കൊള്ളി വെച്ചിട്ട് ഒന്നും ഉണ്ടായില്ല എന്ന്. പക്ഷെ നമ്മൾ കൊള്ളി നടുക ഇതേപോലെ മണ്ണിട്ടിട്ടാണ്. അപ്പോൾ ഷായട്ടോട് ഞാൻ പറഞ്ഞു, ഷായട്ടൻ 2-3 എണ്ണം ഇങ്ങനെ മണ്ണിടാതെ വെച്ചോളൂ കേട്ടോ, നമുക്ക് കാണിക്കണം അത് വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷായട്ട് അത് കാട്ടിത്തരും കേട്ടോ ഇനി ഇടണേന്നുള്ളത്. ഇപ്പോൾ ഇതേ കുറച്ച് നമ്മൾ നടാനുള്ളതാണ് ഇതൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ നമ്മളിത് ഇവിടെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ ചെത്തി കൂട്ടിയിട്ട് നോക്കുകയാണ്. ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഷായിട്ട് മണ്ണിടുക. അങ്ങനെ മണ്ണിട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഷായിട്ട് കാട്ടിത്തരും നമ്മളെങ്ങനെ ചെയ്യണേന്നുള്ളത് കേട്ടാ. പേളിക്കുട്ടി അതൊന്ന് മാന്തരിക്കോട്ടാ. നമ്മളെ കുട്ടിപ്പട്ടാളം കൂടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയാലത്തെ ഒരവസ്ഥ ഞാൻ ആലോചിക്കുക. പിടിച്ച് നിർത്തുമ്പോൾ അത് എത്ര ദിവസം പിടിച്ച് നിർത്താൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഇവരെ പോലെ തന്നെ അവരൊക്കെ കയറിയിട്ട് വരാം. പിന്നെ നമ്മൾ ഇവിടെ കണ്ട പുല്ലൊക്കെ ഇങ്ങനെ ചെത്തി കൂട്ടിയിട്ട് വേണേ ഇപ്പം ഇതേപോലെ തന്നെ ഇങ്ങനെ പുല്ലൊക്കെ ഇതേപോലെ ഇട്ടിട്ട് മണ്ണിങ്ങനെ മാടിയിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോന്നോരോന്ന് നട്ടു കൊടുക്കുക. ഇപ്പം അവിടെ നിന്നൊക്കെ നമ്മൾ നട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈഡാണ് നമുക്ക് നടാൻ പറ്റുള്ളൂ. പിന്നെ അവിടത്തേക്ക് നമുക്ക് മരങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗങ്ങളാണ്. അതിൽ അട്ടൻ്റെ അടിയിൽ നടാവുന്ന സാധനങ്ങളൊക്കെ പിന്നെ നടണം കേട്ടോ. പേളിക്കുട്ടി മക്കളെക്കാളും കഷ്ടമാണ്. എന്തേലും കെട്ടി കളിക്കാൻ നടക്കാന്ന് പറഞ്ഞാൽ അവള് കുട്ടിയായി. അമ്മയൊന്നല്ല അവളാണ് ഇപ്പം ശരിക്കുള്ളൊരു കുട്ടി ഞാൻ നോക്കിയിട്ട്. ആ പട്ട എന്താ ചെയ്യാനുള്ള രക്ഷാവാളുടെ അത് അവിടെ നിന്ന് വലിച്ച് ഇവിടെ വന്നിട്ടു. നമ്മൾ കണ്ട ആ മണ്ണ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പുല്ല് വെച്ചതിൻ്റെ മുകളിലേക്ക് ആയിട്ടോ സൈഡിൽ മണ്ണിട്ട് കൊടുക്കുന്നത്. ഇതാ ഒരു സൈഡ് ഇട്ടത് ഈ പുല്ല് കാണാത്ത രീതിയിൽ തന്നെ നമ്മളിത് മണ്ണിടും. നല്ല ഹൈറ്റിലാട്ടോ, കാരണം മാക്സിമം പുല്ലാണ് നിൽക്കുന്നത്. നമ്മൾ പുല്ല് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളി ഈ ശരിക്കും മുകളിലായിട്ടുണ്ടായി നിൽക്കുക. അടിയിരിക്കല്ലേ പോലെ ശരിക്കും ഭൂമിയുടെ മുകൾ ഭാഗത്ത് നിൽക്കുന്നത്. അതാണ് ഈ ഉറവറ്റാണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു മാസം മഴ പെയ്തു, ഇവിടെ വെള്ളം നിന്നു. പക്ഷെ ഒരു കൊള്ളി നമ്മുടെ നാശായില്ല. ഇപ്പൊ നമ്മള് കഴിഞ്ഞ വീടില് കൊള്ളി പറിച്ചില്ലേ ആ സ്ഥലമാണ് ഇത്. ഇതാണ് ആ കൊള്ളി നടന്ന സ്ഥലങ്ങള്, ഇതിന്റെ ഇടകളില്. അതിപ്പോ മഞ്ഞ് മാറി വേറെ സ്ഥലത്തായില്ലോ ഇപ്പൊ പുതിയത് നടന്നത്. അപ്പോ നമ്മുടെ കൊള്ളി എത്ര മഴ പെയ്താലും ഉറു പിടിക്കില്ല, കാരണം മുകളിലല്ലേ നിക്കണേ. ശരിക്കും രണ്ടെണ്ണമൊക്കെ നടാൻ പറ്റും, അത്ര വലിയ പൊലികളത്. വേണ്ട അത് ഇതാ ഒരു പൊലി നിസ്സാര സമയം വേണ്ടി വന്നല്ലോ. ഇനിയിപ്പോൾ അടുത്തൊരു ഇതും കൂടി ഇങ്ങനെ ആക്കിയിടും. പുല്ലാണെങ്കിലോ നമുക്ക് ഇടാനായിട്ട് വേറെ സ്ഥലം തപ്പും വേണ്ട എങ്ങനെയാകുമ്പോൾ കേട്ടാ. അതല്ല ഈ പ്രാവശ്യം പറമ്പിൽ കുറേ പുല്ല് വന്നിട്ടുണ്ട്. തെങ്ങിൻ്റെ കട മാൻ്റെ കാരണം കുറേ അങ്ങനെ ഇട്ടിട്ടും പോയി. പിന്നെന്ന് വെച്ചാൽ ഒരു മാസമായി മഴ അടുപ്പിച്ച് നിൽക്കുന്നത്. അപ്പം പിന്നെ വലിയ വരാനും പറ്റുന്നില്ലല്ലോ നമുക്ക്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ സ്മിതയ്ക്ക് ഒഴിവില്ല ശരിയാക്കാൻ. പുല്ല് ശരിയാക്കണമെങ്കിൽ സ്മിത വരണം. പേളിക്കുട്ടിയെ അവളുണ്ടല്ലോ ഇടയിലൊന്ന് കുട്ടികളുടെ അടുത്തേക്ക് ഓടി പോയിട്ടാ, എന്നിട്ടുള്ള വരവണ വീണ്ടും
അവൾക്ക് അവിടെ നിൽക്കണോ അത് ഇവിടെ നിൽക്കണോ? ഇവിടെ നിൽക്കാൻ ഇഷ്ടം നമ്മുടെ കൂടെ കൂടുതലും. നമ്മുടെ കൊള്ളിത്തറി, പിന്നെ നമ്മുടെ വെണ്ണീർ. അപ്പം നമ്മുടെ കൊള്ളിത്തറി വെട്ടണത് എങ്ങനെയാണെന്ന് ഞാൻ കാട്ടി തരാം കേട്ടാ. 1 2 3 4 5 ഇതിന് മുകളിലായിട്ട് നമ്മൾ വെട്ടൂട്ടാ. ഇനിയിപ്പോൾ തിരിച്ചറിയാനായിട്ട് ഇപ്പം മണ്ണിൽ കുത്തിയ ഭാഗം കണ്ട, അതാണ് കടഭാഗം. ഇതിപ്പോൾ ഇത്തിരി ചള്ളു പോലെ, നമുക്ക് കൂടുതലുള്ള കാര്യം നമ്മളിത് വെക്കണില്ല കേട്ടാ. ഇതിപ്പോൾ വെച്ചാലുണ്ടാവും, പക്ഷെ നമുക്ക് നല്ല കൊള്ളി തറികളുള്ള കാര്യം നമ്മളത് എടുക്കണില്ല. മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിതാ വെണ്ണീരിൽ ഇങ്ങനെ മുക്കി കൊടുക്കും. പിന്നെ നമ്മളിവിടെ വെണ്ണീർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ചാരെന്നും പറയും കേട്ടാ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തടായ കാരണം നമ്മൾ 2 എണ്ണം നട്ടു കൊടുക്കും കേട്ടാ. ഇത്തിരി ശരിച്ചിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. നേരിട്ട് മഴവെള്ളം ഇതിലേക്ക് വീഴണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ പ്ലായിലുണ്ടല്ലോ, അതിങ്ങനെ കുമ്പിളി പോലെ ആക്കിയിട്ട് അതും ആക്കി കൊടുക്കും കേട്ടോ, ഒന്ന് പൊടിച്ച് കിട്ടണവരെ. ഇനിയിപ്പോൾ ഞാൻ വെട്ടട്ടെ. മഴ വരുമ്പോഴേ എല്ലാം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, പക്ഷെ മഴ പോയി. ഇടിക്കൂലി കൊണ്ടിട്ടാ നമ്മൾ വേഗം നിർത്തി പോവാ. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല, അല്ലേ പേളിക്കുട്ടിയെ? പേളിക്കുട്ടി മഴ വരുന്നുണ്ട്. പേളിക്കുട്ടി പൊക്കോ, ഓടിയോക്കോ, പൊക്ക് പേളിക്കുട്ടിയെ, മഴ വരുന്നുണ്ടടാ. അപ്പം നോക്കി നമ്മളിതിപ്പോൾ കൊള്ളി നട്ടത് കാണിച്ചില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ആകെപ്പാട് ഈ ഒരു വെണ്ണീറിൽ മുക്കി ഇങ്ങനെ വെച്ചു. ഇനി അതേപോലെ നമ്മൾ നമ്മുടെ കൊള്ളിക്ക് ഇട്ട് കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് വെണ്ണീർ തന്നെയാണ് കേട്ടോ. അതൊക്കെ നമ്മളിനി കാണിക്കും കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്, ഇടി കുലുങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി അത് കാരണം നിൽക്കണില്ല. പേളിക്കുട്ടി ഇതാ മാന്തി വരുന്നത്. ഇനി പെണ്ണ് എന്താ ചെയ്യണേ? ഷായിട്ട് അത് കയറ്റിയിട്ട് പോയുള്ളത് അവൾ മാന്തി വരുന്നത്. വാ, അയ്യോ കൈക്കോട്ടെ എവിടെയാ? അത് കൂട്ടി വെച്ചിട്ട് പോട്ടെ, അവളെയും കൊണ്ട് പോട്ടെ. അല്ലെങ്കിൽ അവളിപ്പോൾ നമ്മൾ കൊള്ളി നട്ടതൊക്കെ ഇപ്പോൾ ശരിയാക്കി തരും. കാലത്തെ തന്നെ ഒരു മഴയും കൊണ്ട് ഓടിയതാ. ഇത് മോടേണ്ട വീട് തോന്നിട്ട്. പേളിക്കുട്ടി എന്താ ചെയ്യണേ നീയേ? ഇതൊന്നും ഇങ്ങനെ ചെയ്യരുതട്ടാ. മാന്തി ഇടരിക്കോ? വാ നമുക്ക് പോവാം, മഴ വരുന്നുണ്ട്. ഇന്ന് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല മഴ ദിവസമായിട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വാ പോവാം നമുക്ക്. വെണ്ണീർ മഴ കൊള്ളാണ്ട് എടുത്ത് വയ്ക്കട്ടെ. വാ പോവാം നമുക്ക്. കോട എടുക്കട്ടെ. വയ്യ പോവാ, വയ്യ പോവാ, മഴ വരുന്നുണ്ട്. വാ പോവാ. അവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നി വേഗം ഒന്ന് കാർ പോർച്ച് ഒന്ന് വൃത്തിയാക്കാന്ന്. കാര്യം ഈ മഴയൊക്കെ എപ്പോഴും ഇങ്ങനെ പെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് ആകെ ഒരു അഴുക്ക് പിടിച്ച പോലെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇരുന്നു കേട്ടാ. അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ ഇപ്പോൾ വീഡിയോ പിടിക്കുന്ന കുറച്ച് ഭാഗമാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അതായത് അവർ ഷോർട്ട് ഫിലിം ആട്ടോ പിടിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളുടെ ഒപ്പം ഉള്ള ഫ്രണ്ട്സുകളും അവരൊപ്പം പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെയാണ്. ഓരോ സ്കൂളിലാണ് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും ഒപ്പത്തിനുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ ക്ലിൻ്റനാണ് ഇതിൻ്റെ മെയിൻ കഥ അല്ലേ? കഥ. അപ്പോൾ എന്നാ 30-ാം തീയതി അല്ലേ പറഞ്ഞേ? 30-ാം തീയതി ഒരു കോൺടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിൽ നടക്കുന്ന ഒരു പള്ളിയിൽ തന്നെ ഒരു കോൺടെസ്റ്റ് ആണ്.
കോമ്പറ്റീഷൻ ആയിട്ടാണ്. അപ്പോൾ 30-ാം തീയതിയാണ് ഇതിന്റെ റിലീസ് ഡേറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഇത് റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പോസ്റ്റ്, അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ കുട്ടികളുടെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് കൊടുക്കട്ടാ. കാരണം നാളെ വളർന്നു വരുന്ന കുട്ടികളാണ് എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടാ. അപ്പോൾ എന്തായാലും ഞാനത് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ശരി, അപ്പം നിങ്ങൾ ഇറക്കട്ടെ. അപ്പോൾ നമ്മുടെ വീടാണെങ്കിൽ ഇവർക്ക് കൊടുത്തിരിക്കുക. ഇത് കുറച്ച് പേര് കൂടി ഉണ്ടായിരുന്നു, അവർ ഷൂട്ടിങ് കഴിഞ്ഞവർ പോയി. അത് 2 ദിവസം മുന്നായിരുന്നു ഷൂട്ടിങ്. ഇന്നിപ്പോൾ ലാസ്റ്റത്തെ ഒരു ഷോട്ട്, എന്താ പറയുക, ലാസ്റ്റത്തെ ഷോട്ട് അത്രേ ഉള്ളൂ. ഒരു അത്രേ ഉള്ളൂ, അത് കൂടെ ഉള്ളവരെ അത് കഴിഞ്ഞ് കഴിയും അല്ലേ. നമ്മുടെ ഇതിലത്തെ ഒരു മെയിൻ കഥാപാത്രം അല്ലേ ആൽബി എന്നാട്ട പേര്. പിന്നെ ഷാരോന്റെ കഥാപാത്രം എന്താണ്? അതെ. അപ്പോൾ ഇനി ബാക്കിയുള്ളവർ കൂടി ഉണ്ടെങ്കിൽ അവരോട് പരിചയപ്പെടുത്തായിരുന്നു. പക്ഷെ അത് അന്ന് എനിക്ക് തോന്നിയില്ല അന്ന് ഇങ്ങനെ പിടിക്കണം എന്നുള്ളത്, അതാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും അവരുടെ ഫിലിം ഇറങ്ങുന്ന ദിവസം അവരൊക്കെ പരിചയപ്പെടാം അല്ലേ. ശരി കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടോ. മോളി ജോൺസൻ്റെ മകളുടെ മകൾ ആൻഡ്രിയയുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 22-ാം തീയതി. അന്ന് നമുക്ക് വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് വൈകിട്ടായാലും ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ ആൻഡ്രിയ കുട്ടി. ഇനി നമുക്ക് ഹായ് പറയാം കേട്ടോ. ഹാജിറ, ഹായ് ഹാജിറ ചേച്ചി. ഷാമിള, ഹായ് ഷാമിള ചേച്ചി. സ്വപ്ന മധു, ഹായ് സ്വപ്ന. റസീന, ഹായ് റസീന. അപ്പം നമ്മുടെ ഗസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. രജിതേച്ചി കേട്ടാ. രജിതേച്ചി സൂററ്റിലാണ്. അപ്പോൾ രജിതേച്ചി ഇപ്പം നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. രജിതേച്ചി മാത്രമല്ല, മോനും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ രജിതേച്ചിയുടെ വല്യച്ഛനും നമ്മുടെ വീഡിയോക്കും കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇളയച്ചനല്ലേ, സോറി ഇളയച്ചനാട്ടാ. അപ്പോൾ ഇളയച്ചനും അപ്പോൾ അങ്ങനെ രജിതേച്ചിയുടെ കൂടെ നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടാ. നമ്മുടെ രജിതേച്ചിയുടെ നാട്ടിലെ വീടെന്ന് പറയുന്നത് ചാലക്കുടിയിലാണ്. ഇളയച്ചൻ്റെ വീട് അവിടെ ഉണ്ടല്ലേ, അലനാട് അല്ലേ. അപ്പം അങ്ങനെ ഒത്തിരി സന്തോഷം. അപ്പം നമ്മുടെ ഗസ്റ്റ് ഇതാ പോയിട്ടാ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പുറത്തിറങ്ങി പിടിക്കുന്നുണ്ട്. അപ്പം ഇന്ന് എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നിർത്തല്ലേ. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.